Good afternoon, dear students. So today we are starting a new chapter, our satellite. Okay, our satellite എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യുന്നത്. So in the 4th standard you already studied about solar system and planets, right? എല്ലാവർക്കും പ്ലാനറ്റ്സ് എന്താണ്, പ്ലാനറ്റ്സ് ഏതൊക്കെയാണ് പ്ലാനറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. Okay, so but in this chapter we are discussing about the satellites. Then what is satellite? You already heard in many news and all. So what is a satellite? So satellite is an object that moves around a larger object such as planet in a orbit. Okay, പ്ലാനറ്റ്സ് പോലുള്ള, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 4th സ്റ്റാൻഡേർഡ് യു ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദി പ്ലാനറ്റ്സ്. ഓക്കെ, 8 പ്ലാനറ്റ്സ്. ദെൻ സോ ഈ പ്ലാനറ്റ്സ് പോലെയുള്ള ലാർജർ ഒബ്ജക്റ്റിന് ചുറ്റും മൂവ് ചെയ്യുക. ഓക്കെ, മൂവ് അറൗണ്ട് എ ലാർജർ ഒബ്ജക്റ്റ് സജസ് എ പ്ലാനറ്റ് ഇൻ ആൻ ഓർബിറ്റ്, ഒരു ഓർബിറ്റിൽ. ഓക്കെ, അതായത് പ്ലാനറ്റ്സ് ചുറ്റുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓർബിറ്റിൽ എന്താണ് സാറ്റലൈറ്റ് മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലാനറ്റ്സ് പോലെയുള്ള ലാർജർ ഒബ്ജക്റ്റിന് ചുറ്റും മൂവ് ചെയ്യുന്നതിനെ. സോ പ്ലാനറ്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ പ്ലാനറ്റ്സ് ഡസ് നോട്ട് ഹാവ് എനി ലൈറ്റ്സ്. ഓക്കെ, അതിന് പ്ലാനറ്റ്സിലൊന്നും ലൈറ്റ് ഇല്ല. സോ ബട്ട് എല്ലാ പ്ലാനറ്റ്സിലേക്കും ലൈറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? സണ്ണിൽ നിന്നാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എർത്തിലാണെങ്കിൽ എർത്തിൽ ശരിക്കും ലൈറ്റ് ഇറ്റ് സെൽഫ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ലൈറ്റ്, ബട്ട് വി ആർ ഗെറ്റിംഗ് ലൈറ്റ്സ് ഫ്രം ദി സൺ. ഓക്കെ, സോ ലൈക്ക് our earth or like planets, satellites also do not have light of their own. ഓക്കെ, സാറ്റലൈറ്റ്സിലും എന്തില്ല, അവർക്ക് സാറ്റലൈറ്റ്സിൽ നിന്നുള്ള ലൈറ്റ്സ് ഇല്ല. ബട്ട് ദേ റിസീവ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദി സൺ. ഓക്കെ, പക്ഷെ അതിന് ഹീറ്റും ലൈറ്റും എവിടെ നിന്നാണ് കിട്ടുന്നത്? സണ്ണിൽ നിന്നാണ് അത് റിസീവ് ചെയ്യുന്നത്, ഹീറ്റ് ആൻഡ് ലൈറ്റ്. സോ സാറ്റലൈറ്റ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? So there are two types of satellites. Okay, there are two types of satellites. One is natural and one is artificial. Natural എന്ന് വെച്ചാൽ എന്താണ്? മാൻ മെയ്ഡ് അല്ലേ, അത് ഓൾറെഡി നമ്മൾ എന്താണ് പ്രകൃതിപരമായിട്ട് താനേ ഉണ്ടായിട്ടുള്ളതായിരിക്കും. ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? മാൻ മെയ്ഡ് ആയിരിക്കും അല്ലേ. സോ നാച്ചുറൽ സാറ്റലൈറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ മാൻ മെയ്ഡ് സാറ്റലൈറ്റ്സും ഉണ്ട്. സോ ഒരു പ്ലാനറ്റ്സിനെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിന് ചുറ്റും ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഓർബിറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് ചുറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നാച്ചുറൽ സാറ്റലൈറ്റ്. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നാച്ചുറൽ സാറ്റലൈറ്റ്. സോ ഇൻ ദി കേസ് ഓഫ് എർത്തിന് ഏതെങ്കിലും എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ടോ? എർത്ത് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ ഓൾറെഡി 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എർത്തിനെ ചുറ്റുന്നത് ആരാണ്? മൂണാണ് അല്ലേ. മൂൺ ഈസ് മൂവിങ് അറൗണ്ട് the earth. So moon is the only natural satellite of the earth. So നമ്മൾ എർത്ത് എടുത്ത് നോക്കുന്ന സമയത്ത് എർത്തിനൊരു നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട്, ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ഉള്ളൂ, ദാറ്റ് ഈസ് മൂൺ. സോ ദി മൂൺ is the only natural satellite of the earth. Okay, സോ നാച്ചുറൽ സാറ്റലൈറ്റ് ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. സോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ മാൻ മെയ്ഡ് സാറ്റലൈറ്റ്സ്. ഓക്കെ, സോ ദീസ് സാറ്റലൈറ്റ്സ് ആർ സെൻഡ് ടു ദി സ്പേസ്. ഓക്കെ, സ്പേസിലേക്ക് സെൻഡ് ചെയ്യുന്നത് ബൈ റോക്കറ്റ്സ്. ഓക്കെ, റോക്കറ്റ്സ് വഴിയാണ് ഈ സാറ്റലൈറ്റ്സിനെ സ്പേസിലുള്ള ആ ഒരു പ്ലാനറ്റിന് ചുറ്റുള്ള ഓർബിറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മൂണ് എർത്തിന് ചുറ്റുന്നത് പോലെ ആ ഒരു സാറ്റലൈറ്റ് ആ ഒരു ഓർബിറ്റിൽ ആ ഒരു പ്ലാനറ്റിനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ആ ഒരു പ്ലാനറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക്
എർത്തിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റലൈറ്റ്സ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓരോ പ്ലാനറ്റ്സിലേക്കും നമ്മൾ അയക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും സാറ്റലൈറ്റ്സ് വിട്ടിട്ടുണ്ടോ സ്പേസിലേക്ക്? യെസ്, വിട്ടിട്ടുണ്ട് അല്ലേ. ഇൻസാറ്റ്, അതുപോലെ തന്നെ കാർട്ടോസാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സാറ്റലൈറ്റ്സ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്പേസിലേക്ക് വിട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ നെയിംസ് നോക്കി വയ്ക്കുക കേട്ടോ. ഇൻസാറ്റ് 1A, 1B, 1C, 1D ആൻഡ് കാർട്ടോസാറ്റ് 2D. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഒക്കെയാണ് നമ്മുടെ സ്പേസിലേക്ക് ഇന്ത്യയിൽ നിന്നും അയച്ചിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി മൂൺ. സോ നമ്മൾ പറഞ്ഞു ദി മൂൺ ഈസ് ദി ഓൺലി സാറ്റലൈറ്റ് ദാറ്റ്സ് മൂവ് അറൗണ്ട് അവർ എർത്ത്. സോ മൂൺ ഈസ് ദി എർത്ത്സ് നിയറസ്റ്റ് നെയ്ബർ, റൈറ്റ്? എർത്തിന് തൊട്ടടുത്തുള്ള നെയ്ബർ എന്ന് പറയുന്നത് ആരായിരിക്കും? അപ്പം മൂൺ ആയിരിക്കും അല്ലേ. പക്ഷേ ഇത്രയും ബാക്കിയുള്ള സാറ്റലൈറ്റ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എർത്താണ് ഏറ്റവും അടുത്തുള്ളത്. മൂണാണ് എർത്തിന് ഏറ്റവും അടുത്തായിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാം? 3,84,400 കിലോമീറ്റേഴ്സ് എവേ ഫ്രം ദി സൺ ആണ് മൂണ്. ഓക്കെ, ഇത്രയും കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് എർത്തും സണ്ണും തമ്മിൽ. അവർ നെയ്ബേഴ്സ് ആണെങ്കിൽ കൂടി. ഓക്കെ, then who is the person who set foot on the moon at the first time? Okay, first time മൂണിലേക്ക് ഫൂട്ട് വെച്ചിട്ടുള്ള ആളാരാണ്? എല്ലാവർക്കും അറിയാലോ. യെസ്, നീൽ ആംസ്ട്രോങ്. Okay, he is an American astronaut. Okay, Neil Armstrong, an American astronaut, was the first person to set foot on the moon. Okay, he set his foot on the moon. So അദ്ദേഹം പോയിട്ടുള്ളത് എ പാർട്ട് ഓഫ് അപ്പോളോ 11 സ്പേസ് ക്രാഫ്റ്റ് ആൻഡ് വാസ് അക്കമ്പനീഡ് ബൈ ആസ്ട്രോനോട്ട് എഡ്വിൻ അൾഡ്രിൻ, മൈക്കിൾ കൊളിൻസ്. ഓക്കെ, എഡ്വിൻ അൾഡ്രിൻ അതുപോലെ തന്നെ മൈക്കിൾ കൊളിൻസ്, ഇവർ രണ്ടുപേരായിരുന്നു നീൽ ആംസ്ട്രോങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഏതിലാണ് പോയിട്ടുണ്ടായിരുന്നത്? അപ്പോളോ 11 സ്പേസ് ക്രാഫ്റ്റ്. ഓക്കെ, ഇതൊക്കെ പഠിച്ച് വെക്കട്ടെ. അത് GK നിങ്ങൾക്ക് ഒരുപാട് ഇനി ഇപ്പോൾ എക്സാമിന് ചോദിച്ചാലും ഇല്ലെങ്കിലും ഇനി വരുന്ന നിങ്ങൾക്ക് ഒരുപാട് എക്സാംസിന് കാര്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു എർത്തിലേക്കൊക്കെ സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കിട്ടുന്നത് സണ്ണിൽ നിന്നാണ് അല്ലേ. അതുപോലെ തന്നെ മൂൺ ഡസ് നോട്ട് ഹാവ് എനി ലൈറ്റ്. ബട്ട് നമ്മൾ നൈറ്റ് ടൈമിൽ നോക്കുന്ന സമയത്ത് മൂണ് തിളങ്ങാറില്ലേ? അവിടെ നിന്നൊരു ലൈറ്റ് വരുന്ന പോലെ, ഷൈൻ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറില്ലേ? ബട്ട് മൂൺ ഡസ് നോട്ട് ഹാവ് എനി ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. പക്ഷേ മൂണിന് എന്താണ്? മൂണിന് സണ്ണിൽ നിന്ന് വരുന്ന പോലെ ലൈറ്റൊന്നും മൂണിൽ നിന്ന് വരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് നമുക്ക് നൈറ്റിൽ മൂണിൽ നിന്ന് ലൈറ്റ് വരുന്ന പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? മൂണിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഈസ് ദി മൂൺ ഷൈൻ വിത്ത് ദി സൺലൈറ്റ് ഫാളിങ് ഓഫ് ഇറ്റ്സ് സർഫേസ്. അതിൻ്റെ സർഫേസിലെത്തുന്ന സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആണ്, റിഫ്ലക്ഷൻ അവിടെ നടന്നിട്ടാണ് മൂണ് ഷൈൻ ചെയ്യുന്നത്. സോ ദി മൂൺ ഷൈൻസ് ബിക്കോസ് ഇറ്റ് റിഫ്ലക്റ്റ് ദി സൺസ് ലൈറ്റ് ഫാളിങ് ഓൺ ഇറ്റ്സ് സർഫേസ്. ഓക്കെ, സോ മൂണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി സർഫേസ് ഓഫ് ദി മൂൺ. മൂണിൻ്റെ സർഫേസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 176 എടുക്കുക. നിങ്ങൾക്കതിൽ ഏറ്റവും താഴെ നിങ്ങൾക്കൊരു ഗ്രേ കളറിലൊരു പിക്ചർ കാണാം. ദാറ്റ് ഈസ് ദി സർഫേസ് ഓഫ് മൂൺ. അത് മൂണിൻ്റെ സർഫേസ് ആണ്. Okay, so from that picture you can understand that the surface of the moon is dry
uneven and covered with dark grey dust. ഓക്കെ, അപ്പോൾ എന്താണ്, മൂണിൻ്റെ സർഫേസ് എന്ന് പറയുന്നത് ഡ്രൈ ആണ്, അൺഈവൺ ആണ്. അതായത് ഒരുപോലെ ഇങ്ങനെ മിനുസായിട്ടുള്ള സ്മൂത്ത് ഒന്നുമല്ല. ഇറ്റ് ഈസ് എൻ അൺഈവൺ സർഫേസ് ആൻഡ് കവേർഡ് വിത്ത് എന്താണ്, ഡാർക്കായിട്ടുള്ള ഗ്രേ ഡസ്റ്റ് കൊണ്ടാണ് അത് കവേർഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതിലെന്താണ്, പ്ലെയിൻസ് ഉണ്ട്. നമ്മൾ എർത്തിലുള്ള പോലെ തന്നെ അതിൽ എന്താണ്, പ്ലെയിൻ, വാലീസ്, മൗണ്ടെയിൻസ് ഒക്കെ ഉണ്ട്. അൺഈവൺ ആയിട്ടുള്ളൊരു സർഫേസാണ് മൂണിൻ്റെതും. ഓക്കെ, പിന്നെ അത് കൂടാതെ ദർ ആർ ബിഗ് ഡീപ്പ് ബൗൾ ഷേപ്ഡ് ഹോൾസ് ഓൺ ദി സർഫേസ് ഓഫ് മൂൺ കോൾഡ് ക്രാറ്റേഴ്സ്. Okay, so all of you look at that picture, you can see that there is a bowl like structure. ഇങ്ങനെ റൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ, ആ ഒരു ബൗൾ പോലെ എന്താണ്, ഒരു ഡീപ്പ് എന്തുണ്ടാവും, ബൗൾ ഷേപ്ഡ് ആയിട്ടുള്ള ഹോൾസ് ഈ മൂണിൻ്റെ സർഫേസിലുണ്ട്. അതിനാണ് നമ്മൾ ക്രാറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ എർത്തിലുള്ള പോലെ ദർ ഈസ് നോ വാട്ടർ ആൻഡ് എയർ ഓൺ ദി മൂൺ. മൂണിൽ എയർ ആൻഡ് വാട്ടർ പ്രസൻ്റ് അല്ല. ഓക്കെ, പിന്നെ ഇപ്പോഴും ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് മൂണിൽ ലൈഫ് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ സോ മൂണിൻ്റെ കാര്യങ്ങൾ, സർഫേസ് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ദർ ഈസ് നോ എയർ ആൻഡ് വാട്ടർ ഓൺ ദി മൂൺ. Then next we are discussing about moon and tide. Okay, sometimes you can see that while you are visiting a beach, you can see that sometimes the water sea level fall, okay, or sea level rise, right? So it is because of the moon. ഓക്കെ, മൂണിൻ്റെ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ് നമ്മുടെ എന്താണ് സീ ലെവൽ റൈസ് ചെയ്യുന്നതും ഫോൾ ചെയ്യുന്നതും. ഓക്കെ, അതായത് വേലിക്കയറ്റം, വേലിയിറക്കം നമ്മൾ മലയാളത്തിൽ പറയും. ദാറ്റ് ഈസ് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്. ഓക്കെ, that is because the gravity of the moon pulls the water in the earth's ocean and seas towards it. എർത്തിലുള്ള ഓഷ്യൻസിലെയും അതുപോലെ തന്നെ സീസിലെയുള്ള വാട്ടറിനെ പുള്ള് ചെയ്യുക. ഓക്കെ, മൂണിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് അതിനെ പുള്ള് ചെയ്യാനുള്ള ഒരു കഴിവ് മൂണിനുണ്ട്. ഓക്കെ, പുള്ള് ചെയ്യുക മീൻസ് എന്താണ്, വലിക്കല്ലേ. ഓക്കെ, അങ്ങനെ മൂണിൻ്റെ ഗ്രാവിറ്റി അങ്ങനെയാണ്. ഇതിനെ, ഈ വാട്ടറിനൊക്കെ അങ്ങോട്ട് പുള്ള് ചെയ്യാനുള്ള ഒരു ഗ്രാവിറ്റി ഉണ്ട് മൂണിന്. ഓക്കെ, സോ ദിസ് ഗ്രാവിറ്റേഷണൽ പുൾ മേക്സ് ദി സീ ലെവൽ റൈസ് ആൻഡ് ഫോൾ. ഓക്കെ, ഈ ഒരു ഗ്രാവിറ്റേഷൻ കൊണ്ടാണ് നമ്മുടെ ഈ സീ ലെവൽ റൈസ് ചെയ്യുന്നതും ഫോൾ ചെയ്യുന്നതും. അതാണ് ടൈഡ്സ് കോസ് ചെയ്യുന്നത്. When the level of sea water rises, the sea comes close to the land. അതായത് സീ വാട്ടർ റൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഈ കടൽ ഒരുപാട് ഈ കരയിലേക്ക് കയറിയിട്ടായിരിക്കും കടലുണ്ടായിരിക്കുക. സോ ദാറ്റ് ഈസ് ഹൈ ടൈഡ്. അതിനാണ് നമ്മൾ ഹൈ ടൈഡ് എന്ന് പറയുന്നത്. സോ വെൻ ദി ലെവൽ ഓഫ് ദി സീ വാട്ടർ ഗോസ് ഡൗൺ, ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എന്താണ്, കടൽ ഒരുപാട് പിറകോട്ട് പോയിട്ടുണ്ടാവും നമ്മൾ ബീച്ചിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, അവിടെ ഒരുപാട് ലാൻഡ്, ബീച്ചിൽ നമുക്ക് ഒരുപാട് കളിക്കാനുള്ള ലാൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, വെൻ ദി ലെവൽ ഓഫ് ദി സീ വാട്ടർ ഗോസ് ഡൗൺ മോർ ലാൻഡ് ക്യാൻ ബി സീൻ ഓൺ ദി ബീച്ചസ്. സോ ഇറ്റ് ഈസ് കോൾഡ് ലോ ടൈഡ്. ഓക്കെ, ലോ ടൈഡും ഹൈ ടൈഡും മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് മൂൺ. മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഓക്കെ, ഒന്നും കൂടി വീഡിയോസ് കാണുക, ക്ലിയർ ആക്കാം കേട്ടോ. ഓക്കെ.